അതെ, അരുണാലത്തൂർ മഠത്തിൽ വരവ് അതിൻ്റെ ചടങ്ങുകളോടെ ആരംഭിക്കുകയാണ്. മഠത്തിൽ വരവിൻ്റെ ചടങ്ങുകൾ അല്പസമയത്തിനകം ആരംഭിച്ചിരിക്കുന്നു. പഞ്ചവാദ്യം വളരെ സവിശേഷമായ ഒരു മേളമാണ്. അതുമായി ബന്ധപ്പെട്ട മഠത്തിൽ വരവുമായി ബന്ധപ്പെട്ട പഞ്ചവാദ്യ ചടങ്ങുകളും ഇപ്പോൾ തന്നെ ആരംഭിക്കുകയാണ്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ അരുണാലത്തൂർ. വിനോദ്, മഠത്തിൽ വരവിൻ്റെ ഭാഗമായിട്ട് ഇതാ ഇറക്കി വെച്ച് പൂജയ്ക്ക് ശേഷം തിരുവമ്പാടി ഭഗവതിയുടെ തിടമ്പ് ആനപ്പുറത്തേക്ക് ഏറ്റുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അതാ വലിയ ഭക്തി ആദരപൂർവ്വം ഭഗവതിയുടെ തിടമ്പ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന ആനയുടെ തോളിലേറ്റുകയാണ്. രാവിലെ പുറപ്പാട് എഴുന്നള്ളത്തിന് ഭഗവതിയുടെ തിടമ്പേറ്റിയത് തിരുവമ്പാടി കണ്ണനാണെങ്കിൽ ഇപ്പോൾ ഈ മഠത്തിൽ വരവിന് തിരുവമ്പാടി ചന്ദ്രശേഖരനാണ് ഭഗവതിയുടെ തിടമ്പേറ്റുന്നത്. ആ മഠത്തിലെ ഇറക്കി വെച്ച് പൂജയ്ക്ക് ശേഷം, അതായത് രാവിലെ ഒരു 10:30 പുറപ്പാട് എഴുന്നള്ളത്ത് ബ്രഹ്മസം മഠത്തിലേക്ക് എത്തിച്ചേർന്നത്. ആ ബ്രഹ്മസം മഠത്തിലേക്ക് പുറപ്പാട് എഴുന്നള്ളത്ത് എത്തിച്ചേർന്നതിന് ശേഷം പിന്നീട് ഒരു മണിക്കൂറോളം സമയം ഇറക്കി വെച്ച് പൂജയായിരുന്നു. ആ പൂജയ്ക്ക് ശേഷമാണ് ഇപ്പോൾ 11:30 ആ തിടമ്പ് തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ തോളിലെത്തിയിരിക്കുന്നു. ഇപ്പോൾ തിരുവമ്പാടി ചന്ദ്രശേഖരൻ്റെ തിടമ്പേറ്റിക്കൊണ്ട് മഠത്തിൽ വരവിന് തുടക്കമാവുകയാണ്. ആ മഠത്തിൽ വരവ്, അതായത് മഠത്തിന് മുന്നിൽ ഇപ്പോൾ തിരുവമ്പാടി ചന്ദ്രശേഖരൻ എന്ന ആന, തൊട്ടടുത്ത് തന്നെ ആയിട്ട് മറ്റ് 2 ആനകളും മുത്തുക്കുടകളും മറ്റും ചൂടി നിൽക്കുന്നുണ്ട്. ഇനി ഇവിടെ നിന്നും ആ മഠത്തിൽ വരവ് പഞ്ചവാദ്യം തുടങ്ങുകയായി. കൃത്യം ബ്രഹ്മസം മഠത്തിന് മുന്നിൽ ക്രമീകരിച്ചിട്ടുള്ള ഒരു പന്തൽ, ആ പന്തലിന് ചുവട്ടിലായിട്ടാണ് ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കാൻ പോകുന്നത്. കോങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിലാണ്, പ്രമാണിത്വത്തിലാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം നടക്കുന്നത്. മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഏറെ സവിശേഷമായിട്ടുള്ള ഒന്നാണ് മഠത്തിൽ വരവ് പഞ്ചവാദ്യം. കാരണം ആ പഞ്ചവാദ്യത്തിന് വിവിധ കേരളത്തിലെ നമുക്കറിയാം ഒരുപാട് ക്ഷേത്രങ്ങളിലും മറ്റുമൊക്കെ പഞ്ചവാദ്യം ഉണ്ടെങ്കിൽ പോലും പഞ്ചവാദ്യം എന്നുള്ളതിന് ഏറ്റവും പേര് കേട്ടത് എവിടെയെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിലെ ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് മേളവും. ചെണ്ടമേളത്തിന് നമ്മൾ എപ്പോഴും പറയാറുണ്ട്, ചെണ്ടമേളം പലയിടങ്ങളിലുണ്ടെങ്കിലും ചെണ്ടമേളത്തിന് ഏറ്റവും പേര് കേട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ അത് തൃശ്ശൂർ പൂരത്തിലെ പാറമേക്കാവ് വിഭാഗത്തിൻ്റെ ആ ഒരു ഇലഞ്ഞിത്തറ മേളമാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ഈ ഒരു പഞ്ചവാദ്യം എന്ന് പറയുന്നതും. പഞ്ചവാദ്യത്തിന് ഏറ്റവും പേര് കേട്ടിട്ടുള്ളത് അത് ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യമാണ് എന്നുള്ളതാണ്. കോങ്ങാട് മധുവിൻ്റെ നേതൃത്വത്തിൽ ഏതായാലും അല്പസമയത്തിനകം തന്നെ ആ പഞ്ചവാദ്യം കൂടുതൽ ആവേശത്തോടു കൂടി കൊട്ടിക്കയറുമെന്നുള്ളതാണ്. കാരണം പതികാലത്തിൽ ആരംഭിച്ച് ഇങ്ങനെ തിമിലയിലെ കൈവിരലുകൾ അമരുമ്പോൾ മുറുകുന്ന മുറുക്ക്, അത് അന്തരീക്ഷത്തിലാകെ ആർപ്പുവിളികളും ആരോഹണവും ഒക്കെ ഉയർത്തുന്ന തരത്തിലുള്ള ഒരു വലിയ രീതിയിലുള്ള ആ ഒരു ആവേശം ആളുകളിൽ ജനിപ്പിക്കും എന്നുള്ളതാണ്, ഉത്സവപ്രേമികളിൽ ജനിപ്പിക്കും എന്നുള്ളതാണ്. ഏതായാലും ആ ആനകൾ ഇപ്പോൾ ഇതാ അണിനിരന്നിരിക്കുന്നു. ഇനിയിപ്പോൾ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ കാഴ്ചകളിലേക്കാണ്. അന്തരീക്ഷത്തിൽ അത് ആർപ്പുവിളികളും ആരവങ്ങളും ഒക്കെ ഉയരുന്ന കാഴ്ച നമുക്ക് അവിടെ കാണാൻ സാധിക്കും. ഇപ്പോഴേതായാലും ആ മഠത്തിൽ വരവ് പഞ്ചവാദ്യത്തിൻ്റെ തുടങ്ങുകയായി. ആനകൾ അണിനിരന്ന് കഴിഞ്ഞിരിക്കുന്നു. തൃശ്ശൂർ പൂരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങിലേക്കാണ് ഇപ്പോൾ കടക്കുന്നത്. ഇനി ഈ മഠത്തിൽ വരവ് പഞ്ചവാദ്യം കൊട്ടിക്കയറി മുറുകുന്ന വേളയിൽ, അത് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുന്ന വേളയിൽ തന്നെ മറുവശത്ത് പിന്നീട് ഇലഞ്ഞിത്തറ മേളവും കൂടെ ആരംഭിക്കും. അങ്ങനെ ആളുകൾക്ക് ഒരേ സമയം തന്നെ, അതായത് ഒരു വശത്ത് അവർക്ക് മഠത്തിൽ വരവ് പഞ്ചവാദ്യം ആസ്വദിച്ച് ഇവിടെ നിന്നും കുറച്ച് സ്റ്റെപ്പുകൾ മുന്നോട്ട് വെച്ച് ആ വടക്കുംനാഥ സന്നിധിയിലേക്ക് എത്തിയാൽ ഇലഞ്ഞിത്തറ മേളവും ആസ്വദിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഒരു വശത്ത് പഞ്ചവാദ്യത്തിൻ്റെ തിമിലയിൽ വിരലുകൾ അമരുമ്പോഴുണ്ടാവുന്ന മനോഹര ശബ്ദം കാതുകൾക്ക് ഇമ്പമേകുന്നത് ആസ്വദിക്കാൻ കഴിയുമെങ്കിൽ, മറുവശത്ത് ചെണ്ടപ്പുറത്ത് കോലു വീഴുമ്പോഴുണ്ടാവുന്ന ആ ഒരു ശബ്ദം അതും ഒരേപോലെ ആസ്വദിക്കാൻ ഈ മണ്ണിൽ ഭക്തൻ്റെ തട്ടകത്തിൽ കഴിയും ഇന്നത്തെ നാളിൽ എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. ഏതായാലും ചടങ്ങുകൾ മാത്രമായിട്ടാണെങ്കിലും ഇത്തവണയും ആ പതിറ്റാണ്ടുകളായിട്ട് പിന്തുടരുന്ന ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, അതൊക്കെ ഇങ്ങനെ ആചരിക്കുന്ന കാഴ്ച, അതെല്ലാം
ഇങ്ങനെ മുറ തെറ്റാതെ നടക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. ഏതായാലും ആ പഞ്ചവാദ്യത്തിൻ്റെ മേളത്തിലേക്ക് നമുക്ക് പഞ്ചവാദ്യം കേൾക്കാം. ഇനിയുള്ള നിമിഷം അത് തത്സമയം നമുക്കിപ്പോൾ കാണാം. പഞ്ചവാദ്യമാണ് ഇനി നടക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. ഇന്നലെ എടുത്താൽ